കുറേയധികം ദീർഘമായിട്ടുള്ള ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ദീർഘമായ ഉത്തരങ്ങളും കേട്ടിരിക്കുകയാണെങ്കിൽ അവർക്കൊക്കെ വേണ്ടിയിട്ട് GS പ്രദീപ് എന്താണെന്നുള്ളത് നമുക്ക് ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ചോദിച്ചൊന്ന് മനസ്സിലാക്കിയെടുക്കാം. പറ്റുമോ നോക്കാം. GS പ്രദീപിൻ്റെ റോൾ മോഡൽ. ഈ കാലത്തിൽ എന്നെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, നമുക്കെല്ലാം വളരെ ദുരൂഹമാകുന്ന ഗാഡ്ജറ്റുകളും ഡിവൈസുകളുമൊക്കെ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ കൃത്യമായി ഓപ്പറേറ്റ് ചെയ്യുന്ന ജെൻസി തലമുറയിലെ ഇന്നത്തെ കുട്ടികളുണ്ടല്ലോ, 18, 20, 25 വയസ്സ് പ്രായമുള്ള ഇന്നത്തെ യുവതലമുറ, അവരാണ് എൻ്റെ റോൾ മോഡൽ. ഓക്കെ. പ്രണയം. ഈ പ്രപഞ്ചത്തിലുള്ള എന്തിനോടും. രാഷ്ട്രീയം. രാഷ്ട്രീയം എന്നത് അടിസ്ഥാനപരമായ അറുപച്ച കാലം മുതൽ എൻ്റെ പേര് ഇവരെല്ലാം GS പ്രദീപ് എന്നാണ് പറഞ്ഞതെങ്കിലും എൻ്റെ പേരിലൊരു സമുദായ നാമം കൂടിയുണ്ട്. അത് പക്ഷേ നായരെന്നോ മേനോനെന്നോ കുറുപ്പെന്നോ ഒന്നുമല്ല. എൻ്റെ പേരിൻ്റെ സമുദായ നാമം പേരിന് മുൻപേയാണ്. എൻ്റെ പേര് GS പ്രദീപ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഇഷ്ടം തന്നെ, അഭിമാനം പക്ഷേ സഖാവ് GS പ്രദീപ് എന്ന് പറയുന്നത് കേൾക്കുമ്പോഴാണ്. സർ, ഇന്നത്തെ ലാംഗ്വേജ് അത് നമുക്കറിയാം കുറേയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പഠിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലുള്ള ലാംഗ്വേജ് യൂസ് അല്ല ഇന്നിപ്പോൾ. സിനിമയിലാണെങ്കിലും ഏതൊരു മാധ്യമം എടുക്കുകയാണെങ്കിലൊക്കെ അതിലൊക്കെ വലിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ആ ഒരു ലാംഗ്വേജ് മാറ്റം അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? അതിനെ താരതമ്യപ്പെടുത്തുമ്പം ഏതാണ് ബെറ്റർ എന്ന് തോന്നിയിട്ടുള്ളത്? ചേഞ്ചസ് നല്ലതാണ്. ഒരാൾക്ക് മറ്റൊരാളിനോട് ഒരു കാര്യം കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളതാണ് ഭാഷ, സംഭാഷണത്തിൽ, എഴുത്തിലല്ല. എഴുത്തിലും അത് തന്നെ ഏറെക്കുറെ, ഒബ്ജക്റ്റീവ് റൈറ്റിങ്ങിൽ ഒഴിച്ച്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാകുന്നത് എന്നുള്ളതാണ് പ്രധാനം. ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ ഏറ്റവും മികച്ചത് അവർക്ക് പരസ്പരം മനസ്സിലാക്കാൻ കഴിയുന്ന ഭാഷയാണ്. അതുകൊണ്ട് തന്നെയാണ് മാറ്റങ്ങൾ വരുന്നത്. ആ കാലഘട്ടത്തിനനുസരിച്ച് അവർക്ക് കൂടുതൽ മനസ്സിലാകുന്ന രീതിയിലുള്ള ഭാഷ അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കും. ഇപ്പോൾ എൻ്റെ ഫാദറില്ല മുമ്പിലുണ്ട്. രാവിലെ അദ്ദേഹം എന്നോട് വന്ന് ചോദിച്ചത് എന്തെങ്കിലും ഫുഡ് വാങ്ങിപ്പിക്കട്ടെ പ്രദീപ് എന്നാണ്, ബ്രേക്ക്ഫാസ്റ്റ്, വീട്ടിൽ ആളില്ല. അല്ലാതെ എന്നോട് വന്ന് പ്രദീപ് പ്രാതലിന് തയ്യാറായിക്കൊള്ളൂ, കടയിൽ നിന്ന് ഭക്ഷണം ഉടൻ തന്നെ ഇവിടേക്ക് എത്തുന്നതാണ് എന്നൊന്നും അല്ലല്ലോ. മനുഷ്യർക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളതാണ് ഭാഷ. ഈ പ്രപഞ്ചത്തിലെ ആദ്യത്തെ ഭാഷ ഏതാണെന്നറിയോ? അത് കായികനികൾ ഭക്ഷിച്ചും കാട്ടാറിൻ്റെ തീരത്ത് കഴിഞ്ഞും ഒക്കെ ആദിമ മനുഷ്യൻ ഇന്നത്തെ കുട്ടികളുടെ ഡംഷറാട്സാണ്, ആംഗ്യ ഭാഷയാണ് ആദ്യ ഭാഷയായത്. അവനത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമായിരുന്നു. ലോകത്തിൽ ഒരുപാട് ഭാഷകളുണ്ട് മോളെ. അതിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഖമർ എന്ന് പറയുന്ന ഭാഷ മുതൽ ഏറ്റവും ചെറിയ ബൊഗൈൻവില്ല, പപ്പുവ ദ്വീപിലെ ബൊഗൈൻവില്ല ഐലൻഡ്സിലെ റൊട്ടോഗാസ് വരെ ഉള്ള ഭാഷകളിൽ വലിയൊരു ഭാഷയാണ് മലയാളം. ഒറ്റ കഥ പറയാൻ വേണമെങ്കിൽ സമയമായി. പണ്ട് ബ്രൂസ് കോർണൽ എന്ന് പറയുന്ന ഒരു പാശ്ചാത്യ ചിന്തകൻ 1993 നവംബർ 5, ഞാൻ SM കോളേജിൽ പഠിക്കുന്ന സമയത്ത് പത്രത്തിൽ, ഇംഗ്ലീഷ് പത്രത്തിൽ വായിച്ച വാർത്തയാണ്. അയാൾ അറിയുന്നു കാമറൂണിൽ കസ്ബെ എന്നൊരു ഭാഷയുണ്ട്. ഈ ഭാഷയെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടി കപ്പലിലും വിമാനത്തിലുമായി അയാൾ കാമറൂണിൽ യെർവുണ്ടയിൽ നവംബർ 5 എത്തുന്നു. നവംബർ 5 രാവിലെ എത്താനുള്ള കാരണമെന്ന് പറയാൻ കാര്യം, ഈ ഭാഷ സംസാരിക്കുന്ന ഒരൊറ്റയാളെ ജീവിച്ചിരിപ്പുള്ളൂ, ഒരു ബാഗോൺ എന്നൊരു മനുഷ്യൻ. ഈ ബാഗോണിനെ കാണാൻ അവിടെ എത്തുമ്പോൾ അറിയുന്നു തലേ ദിവസം രാത്രി ഒരു ഹൃദയാഘാതത്തിൽ ബാഗോൺ മരിച്ചുപോയി. അയാൾ മരിച്ചതോടുകൂടി ആ ഭാഷയുടെ മൊഴി, വഴക്കം, ഭാഷയുടെ പ്രണയം, ഭാഷയുടെ കാർക്കശ്യം, ഭാഷയുടെ കവിത എല്ലാം നഷ്ടമായി. ലിപി ഇല്ലാത്ത ഭാഷയാണ്. ഒരാളിൻ്റെ മരണം കൊണ്ടൊരു ഭാഷ പോലും നഷ്ടമാകും. ഒരാളിൻ്റെ ചിരിയിൽ ചില പുതിയ ഭാഷകൾ ഉയരുകയും ചെയ്യും. കുട്ടികൾക്ക് അവർക്ക് ഏറ്റവും കംഫർട്ടബിളായി തോന്നുന്ന, ഏറ്റവും സൗകര്യപ്രദമായി തോന്നുന്ന ഭാഷയിൽ അവർ സംസാരിക്കട്ടെ. ഭ്രൂവിലാസാനഭിജ്ഞകളായ നാടൻ പെണ്ണുങ്ങളുടെ തിണ്ടുകുത്തിക്കളിയിലേർപ്പെട്ട ആനയുടെ ചന്തം പൂണ്ട രത്നഛായ വ്യതികരങ്ങളായ മേഘശകലങ്ങളെ നോക്കിക്കൊണ്ട് ഞാൻ നിന്നെ എൻ്റെ അനുരാഗം അറിയിക്കട്ടെ എന്ന് ചോദിക്കുന്ന കാലമൊക്കെ പോയി. ഇപ്പോൾ പിള്ളേർ അങ്ങനെയുണ്ട്, എനിക്കൊരു ക്രഷുണ്ട്, സെറ്റാണ് എന്നേ ചോദിക്കൂ, അതിൻ്റെ ആവശ്യമുള്ളൂ. ബേസിൽ ജോസഫ് ഒരു മിടുക്കനായ ഒരു വെഴ്സറ്റൈൽ പ്രതിഭയാണ് ബേസിൽ. അടിസ്ഥാനപരമായി എനിക്ക് ആളുകളോട് ആരാധന തോന്നുന്ന അതിന് 2 ഘടകങ്ങൾ, ഇഷ്ടം തോന്നുന്നതിനൊക്കെ 2 ഘടകങ്ങളാണുള്ളത്. സ്വാഭാവികമായി നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമ്മൾ പുനർജനിക്കുന്നു എന്ന് പറയുന്നത് പോലെ 10-15 വർഷങ്ങൾക്ക് മുമ്പ് 10-12 വർഷങ്ങൾക്ക് മുമ്പ് നിർണായകമായ ചില ശീലപ്രതിസന്ധികളിൽ കൂടി കടന്നുപോയൊരു കാലം എനിക്കുണ്ടായിരുന്നു. മദ്യം എന്ന ലഹരിക്ക് വിധേയനായിരുന്നു. അല്ല, അതിനാ വിധേയനായിരുന്നു ഞാൻ. അതുകൊണ്ട് അങ്ങ് തീർക്കാമല്ലോ. എന്നാൽ 12 വർഷങ്ങൾക്ക് മുമ്പ്, 13 വർഷമാകുന്നു, എടുത്ത ശക്തമായൊരു തീരുമാനം, ഞാൻ സ്വയം മദ്യത്തിൽ നിന്ന് മോചിതനാവുക മാത്രമല്ല എൻ്റെ ജീവിതത്തിൽ. നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഒരു മദ്യപിക്കുന്ന ആൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ്, മറ്റുള്ളവർ തീരുമാനിച്ചാൽ എളുപ്പമല്ല. ഉപദേശിച്ച് മാറ്റുകയല്ല, അവനവൻ തീരുമാനിച്ച് ചെയ്യേണ്ടതാണ്.
അങ്ങനെ അതേത് ശീലവും അങ്ങനെ തന്നെ. അങ്ങനെ ഞാൻ മോചിതനാവുക മാത്രമല്ല ചെയ്തത്, എൻ്റെ ജീവിതത്തിലെ പല അനുഭവങ്ങളും പങ്കുവെച്ചുകൊണ്ട് ഒരുപാട് പേരെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ ശ്രമിക്കുകയും 8-10 കുടുംബങ്ങൾ ഇപ്പോൾ അതിൻ്റെ സന്തോഷം എന്നോട് ഷെയർ ചെയ്യുന്നവരും ഒക്കെ ഉണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, അതിനുശേഷമുള്ള കാലം എൻ്റെ കാഴ്ചപ്പാടുകൾ വരുത്തിയ മാറ്റം. പണ്ട് പ്രതിഭകളോട് വല്ലാത്ത ആരാധന ഉണ്ടായിരുന്ന എനിക്ക് അയ്യപ്പനെയും ജോൺ എബ്രഹാമിനെയും സാൽവദോർ ദാലിയെയും ഒക്കെ ഇഷ്ടമായിരുന്നു, മസേൽ പ്രൊസ്റ്റിനെയൊക്കെ ഇഷ്ടമായിരുന്ന എനിക്ക് പ്രതിഭകളുടെ കയ്യൊപ്പുകളെക്കാൾ കൂടുതൽ ജീവിതത്തിലും അവർക്ക് ആ ചന്തവും ചാരുതയും സൂക്ഷിക്കാൻ കഴിയുമ്പോഴാണ്. അതുകൊണ്ടാണ് പകരക്കാരനില്ലാത്ത കേരളത്തിൻ്റെ ഏറ്റവും വലിയ സ്വത്തായി ശ്രീ മമ്മൂട്ടിയുടെ പേര് ഞാൻ എപ്പോഴും പറയുന്നത്. അതുപോലെയാണ് ബേസിലിൻ്റെ കാര്യം. ബേസിലിൻ്റെ പ്രതിഭ, ബേസിലിൻ്റെ മിടുക്ക്, ബേസിലിൻ്റെ സുചിന്തിതമായ ലക്ഷ്യബോധ്യം ഇതെല്ലാം ഉണ്ട്. അതിനോടൊപ്പം വ്യക്തിപരമായ കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഇൻഡിവിജ്വാലിറ്റിയിൽ സോഫാർ ഈ നിമിഷം വരെ കളങ്കം ചേർക്കാതെ വളരെ കൃത്യമായ മാതൃകയാക്കി കുട്ടികൾക്ക് മാറ്റുവാൻ കഴിയുന്ന ഒരു വ്യക്തിത്വം ആ ചെറുപ്പക്കാരൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എണ്ണ മുഴുക്ക് പുരണ്ട ചീകിയ തലമുടിയും അല്പം ഉന്തിയ പല്ലുകളും ഒക്കെയായി എനിക്ക് തോന്നുന്നു 10 വയസ്സൊക്കെ താഴെയുള്ളൂ ഉള്ള പ്രായത്തിലാണ് നിങ്ങളുടെ വയനാട് അശ്വമേധത്തിൽ ബേസിൽ വന്ന് പങ്കെടുക്കുന്നതും ഒക്കെ. പിന്നീട് ബേസിലിൻ്റെ പറച്ചിലും അതിൻ്റെ വില്ലിങ്ങും എല്ലാം വൈറലായിരുന്നല്ലോ. ബേസിലിൻ്റെ പുതിയ പ്രൊഡക്ഷൻ ഹൗസ് ബേസിൽ പ്രൊഡക്ഷൻസിന് ബേസിലിട്ടിരിക്കുന്ന ലോഗോയും അശ്വമേധത്തിൽ ബേസിൽ പങ്കെടുത്ത മുഖമാണ്. പിന്നെന്താണെന്ന് വെച്ചാൽ ബേസിലിൻ്റെ പുതിയ സിനിമയുടെ ചിത്രീകരണം നടക്കുകയാണ്, അതിരടി. അതിൽ കേരള സർവകലാശാലയുടെ ഈ അന്ന് നാഷണൽ യൂണിവേഴ്സിറ്റി ജലോത്സവത്തിൽ കഴിഞ്ഞ 2-3 വർഷമായിട്ട് 1ാം സമ്മാനം സ്കിറ്റ്, മോണോ ആക്ട്, മൈമിലേക്ക് 1ാം സമ്മാനം നാഷണൽ കിട്ടുന്നത് കേരള യൂണിവേഴ്സിറ്റിയിലൊരു കുട്ടിയാണ്. മാർവൻസ് കോളേജിൽ ജേർണലിസം ഫൈനൽ ഇയർ പഠിക്കുന്ന സൂര്യനാരായണൻ. അവൻ അതിനകത്തൊരു ത്രൂ ഔട്ട് ക്യാരക്ടർ ചെയ്യാൻ ബേസിൽ വിളിച്ച് അവ ചെയ്തുകൊണ്ടിരിക്കുക. അതെൻ്റെ മകനാണ്. അപ്പം ഇനി പുതിയൊരു സന്തോഷം കൂടെ അല്ലേ? അത് അവരുടെ കാര്യം. ഇനി രാഹുൽ, എനിക്കിപ്പോൾ അക്ഷയുടെ വീട്ടിലുള്ളവരുടെ സന്തോഷവും എൻ്റെ വീട്ടിലുള്ളവരുടെ സന്തോഷവും രണ്ടായി കാണുന്ന ഒരാളൊന്നും അല്ല കേട്ടോ ഞാൻ. ഫാമിലി എന്ന് പറയുന്നത് എൻ്റെ ഭാര്യ, 2 മക്കൾ. ഭാര്യ നർത്തകിയാണ്, ഡോക്ടർ ബിന്ദുലക്ഷ്മി പ്രദീപ്. അവൾ നൃത്തമാണ് അവളുടെ ജീവിതത്തിൻ്റെ എല്ലാ ശക്തിയും കരുത്തും. മകൾ സൗപർണിക കുട്ടികളുടെ പ്രധാനമന്ത്രിയായിരുന്നു. അവൾ GM ഇവൻറ്റ്സ് എന്ന ഇവൻറ്റ് മാനേജ്മെൻറ്റ് ഗ്രൂപ്പിൻ്റെ MD ആണ്. പ്ലസ് എൻ്റർടൈൻമെൻറ്റ് സ്ലാങ് എന്നുള്ള യൂട്യൂബ് ചാനൽ, കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് അവൾക്ക്. സിവിൽ സർവീസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഓൺടർപ്രണർഷിപ്പ് ഉണ്ട്. സൗരിഷ്, കുറേ ബ്രാൻഡുകൾ അവൾ ചെയ്യുന്നുണ്ട്, കുറച്ച് വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ. നർത്തകിയുമാണ്. മകൻ കണ്ടിട്ടുണ്ട്. GS പ്രദീപിൻ്റെ ഒരു എന്താ പറയുക, അതേ ഒരു പകർപ്പ് തന്നെയാണ് മകളിൽ എന്ന് കേട്ടിട്ടുണ്ട്. ആണോ? അത് ഒരു കാഴ്ചപ്പാട്. മകൻ ജേർണലിസം ഫൈനൽ ഇയർ മാർവൻസ് കോളേജിലാണ്. ഞാൻ പറഞ്ഞല്ലോ, അഭിനയമാണ് അവൻ്റെ ക്രേസ്. ഇപ്പോൾ ബേസിലിൻ്റെ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ കുറച്ചൊരു 2 സംവിധാനം, അതേപോലെ എഴുത്ത് കാര്യങ്ങളിലേക്കൊക്കെ. എഴുത്ത് 11ാമത്തെ പുസ്തകം, ഒരു 10ാമത്തെ പുസ്തകം ഇവിടെ ഉണ്ടായിരുന്നല്ലോ. 10ാമത്തെ പുസ്തകം ഇതാണ്. ഇത് കഴിഞ്ഞ അന്തർദേശീയ പുസ്തകോത്സവത്തിലാണ് പ്രസിദ്ധീകരിച്ചത്. 1 മാസം കൊണ്ട് തന്നെ 2ാമത്തെ എഡിഷൻ ഇറങ്ങിയ പുസ്തകമാണ്. കുളമ്പടി ഉച്ചകളുടെ ഡയറി എന്നാണ്, തുറന്നെഴുത്തുകളുടെ ഓർമ്മ പുസ്തകം എന്നാണ് ഇത്. 11ാമത്തെ പുസ്തകവും ഇതേ നിയമസഭാ പുസ്തകോത്സവം കഴിഞ്ഞ ജനുവരിയിലാണിത്, ഈ വർഷം ജനുവരിയിലാണ് ഇത് പ്രസിദ്ധീകരിച്ചതെങ്കിൽ വരുന്ന 2026 ജനുവരിയിലെ നിയമസഭാ പുസ്തകോത്സവത്തിലാണ് ശ്രീ റസൂൽ പൂക്കുട്ടി ശ്രീ ജിയോ ബേബിക്ക് കൊടുത്തുകൊണ്ടാണ് അടുത്ത പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. അത് ആഘോഷിക്കപ്പെടാത്ത മനുഷ്യോത്സവങ്ങളെന്നാണ്. ചരിത്രം തമസ്കരിച്ച മനുഷ്യരുണ്ട്. കുംഭകോണം ബാലാമണി ഒരു ഉദാഹരണം പറയാം. 1890-കൾ മുതൽ 1930-കൾ വരെയൊക്കെയുള്ള കാലഘട്ടത്തിൽ ദേവദാസിയായി ജനിച്ച ബാലാമണിക്ക് നൃത്തത്തിലും അഭിനയത്തിലും സംഗീതത്തിലുമൊക്കെ താല്പര്യം ഉണ്ടാവുകയും പലരെയും ദേവദാസികളിൽ സമ്പ്രദായത്തിൽ നിന്ന് മോചിപ്പിച്ച് അവരെല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് നാടകവും പ്രവർത്തനങ്ങളും നടത്തുകയും ചെയ്തു. ബാലാമണി ടാക്കീസ് ആരംഭിച്ചു. അന്നത്തെ റെയിൽവേ, ബ്രിട്ടീഷിൻ്റെ റെയിൽവേ ആണല്ലോ, റെയിൽവേ ബാലാമണി ടാക്കീസ് സ്റ്റോപ്പ് അനുവദിച്ചു. എവിടെയാണോ ബാലാമണിയുടെ നാടകം ഉള്ളത് അവിടെ റെയിൽവേക്ക് സ്റ്റോപ്പ് അനുവദിച്ചു. തമിഴ്നാട്ടിൽ അത്ര കണ്ട് ജനങ്ങൾ വരുമായിരുന്നു എന്നാണ്. മദ്രാസ് നഗരത്തിൻ്റെ ഹൃദയത്തിൽ ഏക്കറുകൾ പടർന്ന് കിടക്കുന്ന കൊട്ടാരം വിലയ്ക്ക് വാങ്ങിച്ചു ബാലാമണി. 100 കണക്കോളം വരുന്ന ഡെസ്റ്റിറ്റ്യൂട്ടഡായ സ്ത്രീകൾക്ക് വേണ്ടി തൊഴിലവസരങ്ങളും കൊടുത്തു. നാടക കമ്പനി അവർക്ക് വേണ്ടി തുടങ്ങി. ശതകോടീശ്വരി പോലെ അന്നത്തെ കാലത്ത് മാറി.
ബ്രിട്ടീഷുകാർ അവരുടെ പുസ്തകങ്ങളിൽ ദ ഡ്രാമ ക്വീൻ ഓഫ് ഇന്ത്യ എന്നെഴുതി. ആൻഡ് യു ഷുഡ് ഇമാജിൻ ഇൻ ദ ഏർലി ഇയേഴ്സ് ഓഫ് 1900 കഥാപാത്രത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് സ്റ്റേജിൽ പരിപൂർണ നഗ്നയായി അഭിനയിച്ചു. ഒരു ട്രാൻസ്പെറൻറ്റ് സ്ക്രീനിനപ്പുറത്ത് ബാലാമണി ടോപ്ലെസ്സായി അഭിനയിച്ചു. അങ്ങനെ ഒരു ഇന്ത്യൻ കലയുടെ ഏറ്റവും വലിയ വിപ്ലവമായ ബാലാമണി ഒരു ചരിത്രരേഖയിലുമില്ല. ഒടുവിൽ തൻ്റെ സ്വത്ത് മുഴുവൻ മറ്റുള്ളവർക്ക് വീതം വെച്ച് കൊടുത്തതിന് ശേഷം ഒരു ഓലക്കുടലിൽ, ഓലമേയാത്ത കുടലിൽ കിടന്ന് ബാലാമണി മരിക്കുമ്പോൾ സഹായത്തിനുണ്ടായിരുന്ന ഒരു വയസ്സായ സ്ത്രീ അടുത്ത വീടുകളിൽ പോയി ഭിക്ഷയാചിച്ച് ബാലാമണിയുടെ ശവശരീരം മറവ് ചെയ്യാൻ പണം കണ്ടെത്തുകയായിരുന്നു. കുംഭകോണം ബാലാമണിയെ പിന്നീട് പക്ഷേ ബ്രിട്ടീഷ് ചരിത്രകാരന്മാരുടെ രേഖകളിൽ നിന്നാണ് ഞാൻ കണ്ടെത്തുന്നത്. ഇപ്പോൾ ഗൂഗിളിലൊക്കെ റെഫറൻസ് ഉണ്ട്. അതുപോലെ എത്രയോ പേർ ആഘോഷിക്കപ്പെടാത്ത മനുഷ്യോത്സവങ്ങളാണവർ. ദാൻ സെലിബ്രേറ്റഡ് ഹ്യൂമൻ ഫെസ്റ്റിവൽസ്. അവരെക്കുറിച്ചാണ് അടുത്ത പുസ്തകം. ഇനി ഒരുപാട് ചോദ്യങ്ങളുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിലേ, അത്രത്തോളം എന്താ പറയുക, ക്വസ്റ്റ്യൻസുകൾ നമുക്ക് നിറയ്ക്കാനുള്ള ഒരു സമയം ഉണ്ടായിരുന്നില്ല. കാരണം കുറേയധികം സംശയങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അത് എവിടെയെങ്കിലും ആർക്കെങ്കിലും ഇങ്ങനെ ചോദ്യം ചോദിച്ചിട്ട് എവിടെയെങ്കിലും പാളിപ്പോയിട്ടുണ്ടോ, അതെങ്ങനെയാണ് റിക്കവർ ചെയ്ത് എടുക്കുന്നത്, അങ്ങനെ കുറേയധികം സംശയങ്ങൾ. ഒരാളിനെ മനസ്സ് വിചാരിച്ചോ, ജീവിച്ചിരിപ്പുണ്ടോ, ഇന്ത്യനാണോ, ഇന്ത്യയിൽ തന്നെയാണ് ജനിച്ചതും ജീവിച്ചതും ഒക്കെ, മലയാളിയാണോ, മലയാളിയാണ്, ജനിച്ച പേരിൽ തന്നെയാണോ മരിച്ചതും? ഇല്ല. അത്രയേ ഉള്ളൂ ചോദ്യം. രാഷ്ട്രീയം, കലാസാഹിത്യം ഇതിലൊന്നാണോ പ്രധാനം? അതെ, രാഷ്ട്രീയമാണ് പ്രധാനം. അല്ല. ഈ പറഞ്ഞ ശരിയല്ലേ? തെക്കൻ കേരളം, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ആണ്. അച്ഛൻ്റെ പേര് ബോധേശ്വരൻ എന്നായിരുന്നു. കിട്ടി. അതെ. കാണുവാനിടിഞ്ഞൊരീ ഗോപുരം, വീണുതൂങ്ങുന്ന കിഴവനരയാൽ പായൽ മൂടിയ കുളം, മാറുപൊട്ടിയ ശിലാദീപധാരിണികൾ തൻ ശൂന്യഹസ്തം, അതിശാന്തമാം ഗാഠമൂകത തനിച്ചു ഞാൻ അതു നോക്കിയോർത്തു നിൽക്കുമ്പോൾ, ഉള്ളിൽ പൊടുന്നനെയൊരാർദ്രമാം മണിയൊച്ച, അല്ലിൽ തനിച്ചവിടെയാരോ എന്ന അമ്പലമണിയിൽ എഴുതിയപ്പോൾ നിങ്ങൾ വിചാരിച്ച സുഗതകുമാരി ടീച്ചർ ആ കവിതയിലിടയ്ക്ക് എഴുതി, ഒടുവിലീ നടചാരി വേവുന്ന വയറുമായി എവിടെയോ പൂജാരി പോയി, എങ്കിലും ഇതിൻ ധർമ്മമിത് സുസ്വരമടർന്നു, എങ്കിലും ഇതോർത്തു പാടും എന്ന്. ധർമ്മം ഓരോ മനുഷ്യനും സീബ്രാവരകൾ അടയാളപ്പെടുത്തിക്കൊണ്ട് ഓരോ കാലത്ത് ഓരോന്നായി ഉണ്ടാകും. അവർ പാടിക്കൊണ്ടേയിരിക്കും. സ്വരം അടർന്നു പോയാലും, ഓട്ടുമണി വല്ലാതെ ചെറിയ പൊട്ടലുകൾക്ക് വിധേയമായി പോയാലും, എങ്കിലും ഇതിൻ ധർമ്മമിത് സുസ്വരമടർന്നു, എങ്കിലും ഇതോർത്തു പാടുന്നു. നന്ദി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.